ബ്രോക്ക് ലെസ്നർ ഇനി WWE വരുന്ന കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് WWE ബ്രോക്ക് ലെസ്നറെ റിമൂവ് ചെയ്തിട്ടുള്ളത്. അത് എന്താണെന്ന് നോക്കാം. അതിനോടൊപ്പം ബ്രോക്ക് കോഡി റോഡ്സിന്റെ അവസരം തട്ടിയെടുത്തതിൽ അണ്ടർടേക്കറും പ്രതികരിച്ചിരുന്നു. അതിനെ പറ്റിയും പറയാം. അതുപോലെ റാൻഡി ഓർട്ടന് വീണ്ടും ഇഞ്ചുറി സംഭവിച്ചു എന്ന ലെവലിൽ ഇപ്പോൾ ചില ന്യൂസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഉള്ളതാണോ അതോ WWE ചെയ്യുന്ന സ്റ്റോറിയാണോ എന്ന് നോക്കാം. അപ്പോൾ ഈ ന്യൂസ് എല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഒരു സാഡ് ന്യൂസ് പറയാം. അതായത് റോ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ മിസ്സിന്റെ വൈഫായ മെറിസിന് ഇപ്പോൾ ഒരു ക്യാൻസർ വന്നിട്ടുണ്ട് എന്നാണ് അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പറഞ്ഞിട്ടുള്ളത്. അതായത് അവരുടെ പ്രൈവറ്റ് ഭാഗങ്ങളിൽ ചില പ്രോബ്ലംസ് എല്ലാം വന്നതായിട്ടും അതിനുശേഷം ചില ടെസ്റ്റുകളൊക്കെ എടുത്തപ്പോഴാണ് ആ ഒരു ക്യാൻസർ കണ്ടെത്തിയത് എന്നാണ് മെറിസ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്യാൻസർ വളരെയധികം റെയർ ആണെന്നും അതുപോലെ ഈ ഒരു ക്യാൻസർ ഏകദേശം 1 ഇയറിനുള്ളിൽ മാറിയിട്ടില്ല എങ്കിൽ അവരുടെ ജീവന് പോലും അപകടമാണ് എന്നാണ് മെറിസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്യാൻസർ മാറിയിട്ടില്ല എങ്കിൽ മാക്സിമം 1 ഇയർ ആണ് അവർ ജീവനോടെ ഉണ്ടാവുക എന്നാണ് മെറിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സാഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. എന്തായാലും അവരവരുടെ ക്യാൻസർ എല്ലാം മാറിക്കൊണ്ട് നമ്മുടെ റോമൻ ജയിച്ച പോലെ തിരിച്ചു വരട്ടെ. ഇനി കോഡി റോഡ്സിന്റെ അവസരം റോക്ക് തട്ടിയെടുത്തതിൽ അണ്ടർടേക്കർ പ്രതികരിച്ച കാര്യത്തെ പറ്റി പറയാം. അതായത് അണ്ടർടേക്കർ റസൽമേനിയ 40 കോഡി റോഡ്സ് റോമന്റെ കൂടെ മാച്ച് ചെയ്ത് സ്റ്റോറി ഫിനിഷ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് എന്നും എന്നാൽ റോക്ക് ഇങ്ങനെ വന്നുകൊണ്ട് കോഡി റോഡ്സിന്റെ അവസരം തട്ടിയെടുക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്നും കോഡി റോഡ്സ് തന്നെ ആ ഒരു സ്റ്റോറി ഫിനിഷ് ചെയ്യണം എന്നൊക്കെ അണ്ടർടേക്കർ പറഞ്ഞിരുന്നു. ഇപ്പോഴെന്തായാലും കോഡി റോഡ്സ് തന്നെയാണ് റോമന്റെ കൂടെ മാച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് കേട്ട് എന്തായാലും അണ്ടർടേക്കർ ഹാപ്പി ആയിട്ടുണ്ടാകും. ഇനി റാൻഡി ഓർട്ടന് സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ച് ഇഞ്ചുറി സംഭവിച്ചു എന്ന ലെവലിൽ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. അതായത് റാൻഡി ഓർട്ടൻ മാച്ച് ചെയ്തപ്പോൾ മുഴുവനായിട്ടും തന്റെ പിറകിൽ കൈവച്ചുകൊണ്ട് വേദനയെല്ലാം കടിച്ചമർത്തിയാണ് മാച്ച് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം അത് ശരിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം റാൻഡിക്ക് അവിടെ സർജറി കഴിഞ്ഞതെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം ഇത് ചെയ്യുന്നത് ഒരു സ്റ്റോറി പോലെയാണ് തോന്നുന്നത്. അതായത് റാൻഡി ഓർട്ടനും എലിമിനേഷൻ ചേംബർ റാൻഡി ഓർട്ടൻ ജയിച്ച് സെത്ത് റോളിൻസിന്റെ കൂടെ മാച്ച് വരുമോ എന്നുള്ള ചിന്ത ഭയങ്കരമായിട്ട് ആരാധകർക്ക് വന്നിട്ടുണ്ട്. ശരിക്കും WWE ചെയ്യാൻ വേണ്ടി പോകുന്ന പ്ലാൻ ഡ്രൂ മാക്കിൻടയറെ ഫാൻസിന് മുൻപിൽ ചാമ്പ്യൻ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഞാൻ ഇത് സ്റ്റോറി എന്ന് പറയാൻ കാരണം റാൻഡി ഓർട്ടൻ വേഴ്സസ് സാമി സൈൻ ഇങ്ങനെ എലിമിനേഷൻ ചേംബർ ക്വാളിഫിക്കേഷൻ മാച്ച് ആയിട്ട് വെച്ചപ്പോൾ തന്നെ ഫാൻസിന് റിസൾട്ട് മനസ്സിലായി. പിന്നെ എലിമിനേഷൻ ചേംബർ റാൻഡി ഓർട്ടൻ വിൻ ചെയ്ത് സെത്തിന്റെ കൂടെ മാച്ചിന് പോകും എന്നുള്ള ചിന്തയാണ് സ്മാക്ഡൗണിൽ സാമി സൈന്റെ കൂടെയുള്ള മാച്ച് കൺഫേം ചെയ്തതിന് ശേഷം ഫാൻസിന് വന്നത്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം റാൻഡിക്ക് ഇഞ്ചുറി സംഭവിച്ചതുപോലെ WWE കാണിക്കുന്നത്. ഈ മാച്ചിൽ മുഴുവനായിട്ടും സാമി സൈൻ റാൻഡി ഓർട്ടന്റെ ബാക്ക് സൈഡ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കമന്ററി ടേബിളിന്റെ മുകളിലെ ബ്ലൂ തണ്ടർ ബം അതുപോലെ റിംഗ് സൈഡിൽ വെച്ചിട്ടെല്ലാം. ശരിക്കും റാൻഡി ഓർട്ടന് ഒട്ടും പറ്റുന്നില്ല എങ്കിൽ WWE ആ വക മൂവൊന്നും അനുവദിക്കില്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു പ്ലാൻ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. പ്രധാന കാരണം റാൻഡി വേഴ്സസ് സെത്ത് മാച്ച് ഇപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ബ്രോക്ക് ലെസ്നറിനെ മൊത്തമായി ഒഴിവാക്കിയ WWE പറ്റി പറയാം. മുൻപ് ബ്രോക്ക് ലെസ്നറിന്റെ ചില കാര്യങ്ങളെല്ലാം WWE റിമൂവ് ചെയ്തു. ഇപ്പോൾ ഇതാ WWEയുടെ ഇൻട്രോയിൽ നിന്നും ബ്രോക്ക് ലെസ്നറെ റിമൂവ് ചെയ്ത് പകരം LA നൈറ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബ്രോക്ക് ലെസ്നർ ക്രിയേറ്റ് ചെയ്ത പല റെക്കോർഡുകളും WWE മറയ്ക്കാനാണ് ചാൻസ് ഉള്ളത്. ഉദാഹരണം അണ്ടർടേക്കറിനെ തോൽപ്പിച്ചത് ബ്രോക്ക് ലെസ്നറിന്റെ പേരിൽ അറിയപ്പെടില്ല. അണ്ടർടേക്കറിനെ തോൽപ്പിച്ച റെസ്ലർ റോമൻ ആയിരിക്കും. ഈ ഒരു ലെവലിലൊക്കെ WWE മാറ്റും. അപ്പോൾ ബ്രോക്ക് ലെസ്നർ വിൻസിന്റെ കൂടെയുള്ള ചില മോശം കേസിൽ പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ WWE എടുക്കുന്നത്. മെയിനായിട്ടും TKO കമ്പനിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത റെസ്ലേഴ്സ് കമ്പനിയിലുണ്ടെങ്കിൽ പരസ്യ കമ്പനിക്കാർ പിന്മാറും. പരസ്യ കമ്പനിക്കാർ പിന്മാറിയാൽ തന്നെ ഇവരുടെ ഒരു വലിയ ലാഭം പോകും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എന്തെങ്കിലും കേസിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ റിമൂവ് ചെയ്ത് വിടുന്നത്. ഇനി ബ്രോക്ക് ലെസ്നർ WWE വരുന്ന കാര്യം കഷ്ടമായിരിക്കും.